നമസ്കാരം കൂട്ടുകാരെ. പുത്തൻ പ്രതീക്ഷയുടെ നല്ലൊരു ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഈ ദിനത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു. അമ്പലത്തിൽ പോകാനെല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇതാണ്ട് നമ്മുടെ താമരസുന്ദരികളെല്ലാം ഞാൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെ കൊണ്ട് അമ്പലത്തിൽ കൊടുത്ത് ആ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തൃപ്തി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കൂട്ടുകാരെ, ഞാൻ ഈ പൂക്കളെല്ലാം കൊണ്ടുവന്ന് ഭഗവാന് അർപ്പിച്ചിട്ട് വീണ്ടും വരാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇന്നത്തെ ഒരു പുതുവർഷത്തിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ ഞാൻ എൻ്റെ സുന്ദരികളെ ഒന്നും പരിചയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഞാൻ ആ പൂക്കളുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ വായിച്ച് അറിഞ്ഞ ആ ചെറിയൊരു അറിവ് നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കുകയാണ്. താമര ചെളിയിലാണ് വളരുന്നത്. ചെളിയിലൂടെ വളർന്ന് ജലാശയത്തിന് മുകളിലെത്തി പൂർണ്ണ രൂപം കൈവരിക്കുന്നു. ഇവിടെയാണ് താമരയുടെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. താമര ചെളിയിൽ കിടന്ന് വളർന്നതും കലങ്ങിയതും പായൽ നിറഞ്ഞതും മലിനവുമായ ജലാശയത്തിലൂടെ തൻ്റെ പരിശ്രമ ഫലമായി പുറത്തെത്തുമ്പോൾ മഹത്വവും സുഗന്ധവുമുള്ളതായ ഒരു പുഷ്പമായി മാറുകയും ആ പുഷ്പം ഭഗവത് പാദത്തിൽ പോയി എത്തുകയും ചെയ്യുന്നു. ഇവിടെയാണ് താമരയെ മനുഷ്യ ജീവിതത്തോട് ഉപമിക്കുന്നത്. താമര ചെളിയിൽ കിടന്ന് വളർന്ന് ജലാശയത്തിന് മുകളിലെത്തുമ്പോൾ ചെടി വളരുന്നതിനനുസരിച്ച് മലിനമായ ജലത്തെ ശുദ്ധമാക്കുന്നു. നമ്മുടെ ജീവിതവും കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളാണെന്ന് പറഞ്ഞ് വിലപിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോയാൽ നാം ഓരോരുത്തർക്കും താമരയെപ്പോലെ സുഗന്ധം പരത്താനും അവസാനം ഭഗവത് പാദങ്ങളിൽ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രോഗങ്ങളില്ലാത്ത, പ്രകൃതി ദുരിതങ്ങളില്ലാത്ത, സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിനങ്ങളായിരിക്കട്ടെ ഇനി ഓരോ ദിവസവും എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.